ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ ഒരു കുറുമയും കൊണ്ടാണ് കേട്ടോ വന്നിക്കണേ. നമുക്ക് വെള്ളപ്പത്തിനും നൂൽപുട്ടിനും ദോശക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കുറുമയാണ്. ഒരു 3-in-1 കോംബോ എന്നും കൂടിയും പറയാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. അതിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും 1/4 സ്പൂണ് പെരിഞ്ചീരകവും ഒരു പച്ചമുളകും. ഇനി ഇതൊക്കെ പാടിട്ടിട്ട് മിക്സി ജാറിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അടിക്കണേ. ഇനി അതിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കണ്ടേ. താളിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി നല്ലോണം കാഞ്ഞതും എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നല്ലോണം ഒന്ന് കാഞ്ഞു വന്നതും ഒരു ചെറിയ 3 തുണ്ട് പട്ടിയും ഒരു 4 ഗ്രാമ്പും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അടുപ്പ് സിമ്മിൽ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. മൊരിയിപ്പിക്കേണ്ട ആവശ്യമല്ലേ, പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ഇതേപോലെ ആയതും അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ച സ്മെല്ല് പോണ വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ടും കൂടി വഴറ്റിയെടുക്കാം. നമ്മുടെ കുറുമൻ്റെ കളർ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ മേലക്ക് പാടാണ്ട് കൂട്ടി ഇളക്കി പച്ച സ്മെല്ല് പോയതും ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അതും പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ട് കടന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് വഴണ്ടി വരണം, അതുവരെ രണ്ടിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുത്താലേ ഇതേപോലെ ഉണ്ട് വഴണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചതും കൂടി ഉണ്ട് ഒഴിക്കുക. മിക്സി ജാർ ചുഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പാടാണ്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കുക. പൊടിയായി അരിഞ്ഞ് വെച്ച കൊത്തുമല്ലി ചെറിയതായിട്ട് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക. ഇനി ഇത് നന്നായിട്ടൊന്നും തിളക്കണ്ട കേട്ടോ. ഇത് ഇതേപോലെ ഒന്ന് തിള വന്നതും പെട്ടെന്ന് ഓഫാക്കണേ. നമ്മുടെ കുറുമ ഇവിടെ റെഡിയായി. ഇപ്പം കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയതില്ലേ, നല്ല ടേസ്റ്റുമാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായവും പറയണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.